ചാലക്കുടിയിൽ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്റർ സമുച്ചയമായ ഡി സിനിമാസിന് പ്രവർത്തനാനുമതി ലഭിക്കുന്നതിന് കൈക്കൂലി നൽകിയെന്ന ആരോപണം ദിലീപിന് കൂടുതൽ പ്രതിസന്ധിയാകുന്നു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ശുപാർശ ചാലക്കുടി നഗരസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് സർക്കാരിന് ശുപാർശ നൽകിയതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. UDF ഭരണകാലത്താണ് ഡി സിനിമാസിന് അന്നത്തെ നഗരസഭാ സമിതി അനുമതി നൽകിയത്. 2014 ഇത്. അനുമതി ലഭിക്കുന്നതിന് ദിലീപ് 20 ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്നാണ് LDFന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ചേർന്ന കൗൺസിലിലും ചർച്ച വന്നു. തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ദിലീപിന് ഇത് മറ്റൊരടിയാകും. ദിലീപ് വിഷയം ചർച്ചയ്ക്കെടുക്കും മുൻപ് തന്നെ UDF അംഗങ്ങൾ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിലവിൽ പ്രതിപക്ഷമാണ് UDF. പ്രവർത്തനാനുമതി ലഭിക്കുന്നതിന് 20 ലക്ഷം നൽകിയതിനു പുറമെ ടൗൺ ഹാൾ നിർമ്മാണത്തിന് ദിലീപ് 5 ലക്ഷം രൂപ നൽകിയെന്നും ഒരു LDF അംഗം ആരോപിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെതിരെ കൂടുതൽ അന്വേഷണങ്ങൾ വരുന്ന കാഴ്ചയാണിപ്പോൾ. സർക്കാർ ഭൂമി കയ്യേറിയെന്ന ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരന്റെ ഓഫീസാണ് നിർദ്ദേശം നൽകിയത്. ഡി സിനിമാസ് നിർമ്മിക്കാൻ ദിലീപ് ചാലക്കുടിയിൽ 1 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ തൃശൂർ ജില്ലാ കളക്ടർക്കാണ് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത്. വ്യാജ ആധാരങ്ങൾ മുഖേനയാണ് സ്ഥലം കയ്യേറിയതെന്നാണ് ആരോപണം. ഡി സിനിമാസുമായി ബന്ധപ്പെട്ട് കലാഭവൻ മണിയും ദിലീപും തമ്മിൽ ഉടക്കിയിരുന്നുവെന്ന വിവരവും പുറത്തു വന്നിരുന്നു. മണിയുടെ മരണത്തിന് കുറച്ചുനാൾ മുമ്പായിരുന്നു ഇത്. സംഭവത്തെക്കുറിച്ച് മണിയുടെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന CBIക്ക് രഹസ്യ വിവരം ലഭിച്ചുവെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തു. മരണത്തിന് കുറച്ചുനാൾ മുമ്പ് മണിയുമായി ദിലീപിന് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെന്നാണ് CBIക്ക് വിവരം ലഭിച്ചത്. ഇപ്പോൾ ദിലീപിന്റെ ഉടമസ്ഥതയിലാണ് ചാലക്കുടിയിലെ ഡി സിനിമാസ് തിയേറ്റർ. എന്നാൽ മണിയും ദിലീപും സംയുക്തമായാണ് ഈ സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിയേറ്റർ സമുച്ചയത്തിൽ മണിക്കും നിക്ഷേപം ഉണ്ടായിരുന്നു അത്രേ. എന്നാൽ തിയേറ്റർ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഉടമസ്ഥത സംബന്ധിച്ച് ദിലീപിനും മണിക്കുമിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആദ്യം കൊല്ലം കൊട്ടാരക്കരയിൽ തിയേറ്റർ സമുച്ചയം ആരംഭിക്കാനായിരുന്നു ദിലീപിന്റെ ലക്ഷ്യം. എന്നാൽ മണിയുടെ നിർബന്ധപ്രകാരമാണ് ഇത് ചാലക്കുടിയിലേക്ക് മാറ്റിയത്. ചാലക്കുടിയിലെ ഈ സ്ഥലം ദിലീപിന് പരിചയപ്പെടുത്തിയതും ഇടപാടിന് അഡ്വാൻസ് തുക നൽകിയതും മണിയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചനയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മണിയും ദിലീപും സംയുക്തമായി ആരംഭിക്കുന്ന സംരംഭത്തിന്റെ പേര് DM സിനിമാസ് എന്നായിരുന്നുവെന്ന് മണി ചില അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു. പിന്നീടാണ് കൊട്ടാരക്കരയിൽ ആരംഭിക്കാനിരുന്ന സംരംഭം ചാലക്കുടിയിലേക്ക് മാറ്റിയത്. പിന്നീട് സംരംഭത്തിന്റെ പേര് ഡി സിനിമാസ് എന്നാക്കുകയായിരുന്നു. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുക്കൊച്ചി മന്ത്രിസഭ ചാലക്കുടി ശ്രീധരമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മിക്കാൻ കൈമാറിയ 1 ഏക്കർ സ്ഥലമാണ് കയ്യേറിയതെന്ന് ആരോപിക്കപ്പെടുന്നത്. 8 ആധാരങ്ങൾ ഉണ്ടാക്കി 2005 ഈ സ്ഥലം ദിലീപ് കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. മുൻപ് ഈ ആരോപണം ഉയർന്നപ്പോൾ നടപടിയെടുക്കാൻ തുടങ്ങിയ തൃശൂർ ഭരണകൂടത്തെ ഒരു മന്ത്രി തടഞ്ഞതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ 35 സെന്റ് ചാലക്കുടി തോട് പുറമ്പോക്കാണത്രേ. കയ്യേറിയ ഭൂമിയിൽ പുറമ്പോക്ക് ഉൾപ്പെടുന്നുവെന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഉന്നതരുടെ സമ്മർദ്ദം മൂലം മുക്കിയെന്നാണ് ആരോപണം. ഈ ഭൂമി ദിലീപ് നേരിട്ട് വാങ്ങിയതല്ല. 8 പേരിൽ നിന്നാണ് നടൻ ഇത് വാങ്ങിയത്. സ്ഥലം വിഭജിച്ച് 8 പേരുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരിൽ നിന്നാണ് സ്ഥലം മൊത്തമായി ദിലീപ് വാങ്ങിയത്. മുമ്പ് ഈ വിഷയത്തിൽ നടപടി തുടങ്ങിയ ജില്ലാ ഭരണകൂടത്തെ മന്ത്രി ഇടപെട്ട് തടഞ്ഞതെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതിക്ക് സംശയം തോന്നിയിരുന്നു. തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറോട് അന്വേഷിക്കാനും ഉത്തരവിട്ടു. തുടർന്നാണ് തൃശൂർ കളക്ടർ അന്വേഷണം നടത്തിയത്. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ ദിലീപിനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. നടന് അനുകൂലമായ റിപ്പോർട്ടാണ് നൽകിയത്. സർക്കാർ പുറമ്പോക്കല്ലെന്ന് സത്യവാങ്മൂലവും കളക്ടർ സമർപ്പിച്ചു. ഇതിൽ അന്ന് മന്ത്രി ഇടപെട്ടെന്നാണ് ആരോപണം. അതിനിടെ ദിലീപിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാൻ ആരംഭിച്ചു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകളും കണക്കുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചു. ആലുവ പോലീസ് ക്ലബിൽ കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥർ വന്നത് ഇതിനായിരുന്നുവെന്നും മംഗളം റിപ്പോർട്ട് ചെയ്തു. അഭിനയത്തിനും നടൻ എന്നതിനും പുറമെ ദിലീപിന് കോടികളുടെ സാമ്പത്തിക വരുമാന മേഖലകൾ ഉണ്ടെന്നാണ് ആരോപണം. ഇതെല്ലാം താരം കൈവശപ്പെടുത്തിയത് കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ്. കൂടാതെ ഭൂമി ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിലും തൃശ്ശൂരിലും ഇടുക്കിയിലുമായാണ് ഭൂമി ഇടപാടുകൾ. കൊച്ചിയിൽ മാത്രം 2006 ശേഷം 35 ഇടപാടുകൾ ദിലീപ് നടത്തിയിട്ടുണ്ടത്രേ. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.